ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് പ്രേക്ഷകരുടെ ഹയർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ ഹയർ സെൽഫ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അതെന്തുമാകാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാകാം. വാട്ട് എവർ ഇറ്റ് മേ ബി, വി ആർ ഗോയിങ് ടു ചെക്ക് ഇൻ. സോ അതിനു മുമ്പ് 2 ഗ്രൂപ്പ്സ് ആണ് എടുക്കേണ്ടത്. സോ ലെറ്റ്സ് സീ. So, 2 groups for the reading. Okay, the first group is 5 of Sword, and the second group 5 of Pentacles. So, 2 cards. 5 of Sword and 5 of Pentacles. This is group 1 and this is group 2. സോ കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് 5 ഓഫ് സ്വോർഡ് ആണ്. സോ നിങ്ങളുടെ ഹയർ സെൽഫ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വേദനകളെക്കുറിച്ചാണ്. ഓക്കെ, സോ ലെറ്റ് സീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. ഗ്രൂപ്പ് 1 പ്രേക്ഷകരുടെ ഹയർ സെൽഫ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? 2 ഓഫ് സ്വോർഡ്, 2 ഓഫ് wands, 9 ഓഫ് സ്വോർഡ്, the sun, page of cups. See, നിങ്ങളുടെ ഹയർ സെൽഫിൻ്റെ ഒരാഗ്രഹമാണ് ദാറ്റ് നിങ്ങളുടെ കുഞ്ഞുനാളിലേക്ക് ഒന്ന് നോക്കൂ. ഓക്കെ, ബിക്കോസ് ഈ ഒരു ഗ്രൂപ്പ് ചൂസ് ചെയ്ത പ്രേക്ഷകർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, നിങ്ങൾ എവിടെ ആത്മാർത്ഥതയോട് നിങ്ങൾ എന്ത് കാര്യം ചെയ്തോ അതിന് നിങ്ങൾക്ക് എപ്പോഴും തിരിച്ചടിയാണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, ഫൈനാൻസസ് ആയിക്കോട്ടെ, ആത്മാർത്ഥതയോടെ ഹാർഡ് വർക്കിംഗ് നേച്ചർ, നല്ല പ്യോർ ഇൻറ്റൻഷൻ കൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്തോ പക്ഷേ നിങ്ങൾക്ക് ആ റിട്ടേൺ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന കാണും, അല്ലെങ്കിൽ അസംതൃപ്തിയായിരിക്കും, നിങ്ങൾക്ക് കിട്ടേണ്ട റിട്ടേൺ കിട്ടുകയില്ല. ഓക്കെ, സോ സംവെയർ എവിടെയോ നിങ്ങളുടെ ഹോൾ ലൈഫ് ഒരേ പാറ്റേണിലാണ് പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുനാൾ, ഓക്കെ, ദാറ്റ് ഈസ് 14 വയസ്സിന് മുമ്പ് വരെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഓക്കെ, എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഓക്കെ, എന്താണ് ജീവിതത്തിൽ നടന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും വിഷമിച്ച അല്ലെങ്കിൽ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരിക്കും ഓർമ്മ വരുന്നത്. അവിടാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ 2 ഓഫ് സ്വോർഡ് ആണ്, ദാറ്റ് ഈസ് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും, അത് സക്സസ്ഫുൾ ആകില്ല. എപ്പോഴും നിങ്ങൾക്ക് എൻസൈറ്റിയാണ്. ചില പ്രേക്ഷകർ ഡിപ്രഷനിലാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മാറണം എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായും മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുനാളത്തെ നിങ്ങളുടെ അവസ്ഥ. ഓക്കെ, എവിടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത്, എവിടാണ് നിങ്ങൾക്ക് സന്തോഷം വന്നത്. ഓക്കെ, എവിടാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നത് ആൻഡ് എവിടെ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലായിരിക്കാം. ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. ചില മെമ്പേഴ്സിൻ്റെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് പേരൻസ് ആയിരിക്കാം. ഓക്കെ, എപ്പോഴും വളരെ ഹാർഷ്. ഓക്കെ, അത് വേർഡ്സിൽ ആയിരിക്കാം, ഹാർഷ് വേർഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് ഏറെ തരുന്നതായിരിക്കാം. ഓക്കെ, സോ സംവെയർ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വളരെയധികം വൂണ്ടഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ്സിന് 100% നിങ്ങളുടെ നിങ്ങളുടെ ജാതകമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി ആകാം. 100% നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, കഴിവുമുണ്ട് ആൻഡ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹാപ്പി ആയിരിക്കണം. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം ഹീൽ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കുഞ്ഞുകാലത്ത് നടന്ന സംഭവങ്ങൾ എന്തോ അതിനിയും റിപ്പീറ്റ് ആകില്ല.
പക്ഷേ ആ ഒരു കാര്യത്തെ ഹീൽ ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ടും പോകാൻ പറ്റുകയില്ല. സോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. ഓക്കെ, സി ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ എവിടെ ഫൈനാൻസസ് വളരെയധികം ബുദ്ധിമുട്ടാണ് പലർക്കും. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ഗോ ടു ലിസൺ ടു സബ്ലിമേഴ്സ്. എന്തോരം സബ്ലിമേഴ്സ് യൂട്യൂബിൽ ഫ്രീ ആണ്, എന്തോരം സ്വിച്ച് വേർഡ്സ് അവൈലബിൾ ആണ് എൻ്റെ സ്വിച്ച് വേർഡ് പ്ലേ ലിസ്റ്റിൽ. ഓക്കെ, ഗോ ആൻഡ് സ്റ്റാർട്ട് ചാൻറ്റിങ്. ഡിഫറൻസസ് കാണണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം ആൻഡ് ടൈം കൊടുക്കണം. സെക്കൻഡ്ലി, ഫൈനാൻസസ് നിങ്ങളുടെ സ്റ്റേബിൾ വേയിൽ മുന്നോട്ട് പോകാൻ മണി കപ്പ് ഓർഡർ ചെയ്യുക. മണി കപ്പ് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ പല ക്ലയൻറ്റ്സ് മണി കപ്പ് യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ദേ സീ എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അവരുടെ ലൈഫിൽ വലിയ ഡിഫറൻസ് തന്നെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എഡ്യൂക്കേഷണൽ കപ്പ് ഹാസ് ബ്രോട്ട് സോ മെനി മിറക്കിൾസ്. എന്തോരം മിറക്കിൾസ് കുഞ്ഞുങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മയിരിക്കാത്ത കുട്ടികൾക്ക് പോലും എക്സാംസിൽ നല്ല പെർസെൻറ്റേജ് മാർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ടെസ്റ്റിമോണീസ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, നൗ ദോസ് ഹു വാണ്ട് ടു ബുക്ക് മണി കപ്പ് എഡ്യൂക്കേഷണൽ കപ്പ് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യുക. ഓക്കെ, റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പേഷ്യൻസ് വെക്കുക. ആൻഡ് ഇന്നർ ചൈൽഡ് ഹീലിങ്സ് ആവശ്യമുള്ളവർക്ക് ഓക്കെ, പേഴ്സണൽ ഹീലിംഗ് ആൻഡ് കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കോൾ ചെയ്യാതിരിക്കുക. കോൾ ആരും എടുക്കില്ല. മെസ്സേജ് ചെയ്യൂ, റിപ്ലൈ കിട്ടുന്നതാണ്. റിപ്ലൈയുടെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഫൈനാൻസസ് ഇല്ല എന്നുണ്ടെങ്കിൽ സപ്ലിമേഴ്സ് കേൾക്കാൻ തുടങ്ങും. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്. ഓക്കെ, 9 ഓഫ് സോഡ്സ് ആണ് ഡിപ്രഷൻ കാണിക്കുന്നുണ്ട്. ഏതൊക്കെ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടോ, എങ്സൈറ്റി ഉണ്ടോ, സ്ട്രെസ് ഉണ്ടോ, സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് നിങ്ങളുടെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, എങ്സൈറ്റി കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് നിങ്ങളുടെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ, ലൈക്ക് പെയിൻ, ഓക്കെ, ബാക്ക് പെയിൻ, ലെഗ് പെയിൻ ആൻഡ് ഹാൻഡ് പെയിൻ, മോസ്റ്റ് പ്രോബബ്ലി ഷോൾഡർ പെയിൻ. ഓക്കെ, ഇതൊക്കെ എങ്സൈറ്റി ആൻഡ് സ്ട്രെസ് കാരണം കാരണമാണ്. ഓക്കെ, ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ആസ് വെൽ ആസ് ഗട്ട് ഇഷ്യൂസ്. ഓക്കെ, അതും സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. സോ നിങ്ങളുടെ ഇമോഷൻസ് ആണ് എല്ലാം. എപ്പോഴും നിങ്ങൾ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെങ്കിൽ നിങ്ങളുടെ ബോഡി കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴും സ്ട്രെസ് ആൻഡ് എങ്സൈറ്റിയിലാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ആ ഒരു പാർട്ടാണ് കാണുന്നത്. നൗ എങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, അതുപോലെ തന്നെ ഏത് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടോ അതിനുവേണ്ടി ഹെൽത്ത് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഏത് തരം ഇഷ്യൂസ് ആയിക്കോട്ടെ, മൈഗ്രെയിൻ ആയിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ, ഹെൽത്ത് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് വളരെയധികം കാംനെസ് ആൻഡ് നിങ്ങളുടെ വാട്ട് എവർ യു ആർ ഫേസിങ് അതിലേറെ പീസ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ നൗ വിൽ സീ വാട്ട് എൽസ് യുവർ higher self wants to tell you. What else? പേജ് ഓഫ് സോഡ്. സത്യത്തെ അംഗീകരിക്കാൻ പഠിക്കുക. ഓക്കെ, നൗ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആൻഡ് യു നോ ദറ്റ് നിങ്ങൾക്ക് ഈ അനുഭവമാണ് കിട്ടിയത്. ആ അനുഭവത്തെ അംഗീകരിക്കാൻ പഠിക്കൂ. ബിക്കോസ് എവിടെയോ നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നുണ്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. ഓക്കെ, മൈറ്റ് ബി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കരിയർ ആയിരിക്കാം. പക്ഷേ ആ കരിയർ നിങ്ങൾക്ക് ആ ഒരു ബൂസ്റ്റ് നൽകുന്നില്ല, ആ കരിയർ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സത്യാവസ്ഥയെ ഉൾക്കൊള്ളുക എന്നതാണ് ഇവിടെ പറയുന്നത്. ദ ചാരിയറ്റ്. വാവ്, സി എപ്പോൾ പ്രേക്ഷകർ അവരുടെ സത്യാവസ്ഥയെ ഉൾക്കൊള്ളുന്നു, ഓക്കെ, നിങ്ങളുടെ വഴികൾ തുറന്നു വരുന്നതാണ്. ഓക്കെ, ലക്ക് നിങ്ങൾക്ക് ഫേവർ ചെയ്യുന്നതാണ്. വീൽ നിങ്ങളുടെ ഫേവറിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, ബിക്കോസ് എവിടെ എങ്സൈറ്റി, സ്ട്രെസ് ഉണ്ടോ അവിടെ ബ്ലോക്കേജസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആകും. എവിടെ നിങ്ങൾ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണോ അവിടെയും ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു കൺഫ്യൂഷൻ മാറുകയാണ്, ക്ലാരിറ്റി വർദ്ധിക്കുകയാണ്. ആൻഡ് എവിടെ ക്ലാരിറ്റി ഉണ്ടോ അവിടെ സ്ട്രെസ് കുറവാണ്.
ഓക്കെ. ആൻഡ് നൗ വെൻ നിങ്ങളുടെ സ്ട്രെസ് കുറവാണ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. ഓക്കെ. ആൻഡ് ആ ഒരു കാര്യം ഏറ്റെടുക്കുക, മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ. ഓക്കെ, വാട്ട് ആർ സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് ഹയർ സെൽഫ്? സി, സ്റ്റെബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയാണ് ആൻഡ് ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ലൈഫിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ ഹെൽത്തിലെ സ്റ്റെബിലിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഹയർ സെൽഫിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത്. ആസ് വെൽ ഞങ്ങളുടെ കയ്യിൽ കരുങ്കലി മാല, ഓക്കെ, ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഓക്കെ, ദിസ് കരുങ്കലി മാല അവൈലബിൾ ആണ്. ഓൾറെഡി ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ത്രിശൂലത്തിൻ്റെ ലോക്കറ്റ് വെച്ചാണ് വരുന്നത്. ഓക്കെ, സോ കരുങ്കലി മാല ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, അതുപോലെ തന്നെ നെഗറ്റിവിറ്റി, ഏത് ഫോം നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും, അതുപോലെ തന്നെ എനർജി ഡ്രെയിനേജ്. ഓക്കെ, മറ്റാൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ എനർജി ലോ ഫീൽ ചെയ്യാണ്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ടയർഡ്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരുന്ന ഒരു വളരെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മാലയാണ് ഇത്. എബിനി വുഡ്, ഓക്കെ, അതിൻ്റെ തോലിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഓക്കെ, സോ ലിമിറ്റഡ് സ്റ്റോക്കാണ്. സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആസ് വെൽ വി ഹാവ് ദീസ് അഗർബത്തീസ്. ഓക്കെ, ഈ അഗർബത്തി ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ 110ഓളം അഗർബത്തീസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഈസിലി നിങ്ങൾക്ക് 2 to 3 months യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ബ്രാൻഡഡ് ആണ്. ഇവിടെ ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല ബിക്കോസ് ഇത് പ്രൊമോഷൻ അല്ല. ഓക്കെ, ഇത് ഞങ്ങളുടെ അടുത്ത് വന്നതാണ്, ഞങ്ങളുടെ സ്റ്റോറിൽ വന്ന ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, സോ ബുക്ക് ചെയ്യേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ ഹയർ സെൽഫ് ഗൈഡൻസ് ആൻഡ് പ്രോഡക്ട്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ആ പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റീഡിങ് ഓക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഐ അലൗ മൈ ഹയർ സെൽഫ് ടു ഗൈഡ് മീ. ഓക്കെ, ഞാൻ എൻ്റെ ഹയർ സെൽഫിനെ അലൗ ചെയ്യുന്നു എന്നെ ഗൈഡ് ചെയ്യാൻ. ഓക്കെ എന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏറെ പ്രേക്ഷകരുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് 5 of Pentacles ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഹയർ സെൽഫ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് 2 മണി, ഓക്കെ, അല്ലെങ്കിൽ പണം നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒത്തിരി ഉണ്ട്, പക്ഷേ എവിടെയോ നിങ്ങൾക്ക് ചില മെമ്പേഴ്സ് ഇങ്ങനെയാണ്, നിങ്ങളുടെ അടുത്ത് പണമുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് നിങ്ങളുടെ ബാങ്കിലുണ്ട് പക്ഷെ നിങ്ങൾക്കത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. സോ പണം ഉണ്ട്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന സ്കിൽ നിങ്ങളുടെ അടുത്തുണ്ട്, ബട്ട് എവിടെയോ നിങ്ങളതിനെ ടാപ്പ് ഇൻ ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് സീ എന്താണ് ഹയർ സെൽഫ് പറയാൻ ആഗ്രഹിക്കുന്നത്. Higher self of group 2, the moon, king of cups, see 5 of pentacles, 8 of pentacles, ace of wands. So group 2 inde ഹയർ സെൽഫ് പറയുന്നത് ട്രസ്റ്റ്. ഓക്കെ, ട്രസ്റ്റിൻ്റെ കുറവ് പ്രേക്ഷകർക്ക് ഏറെയുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാകാം, നിങ്ങൾക്ക് നിങ്ങളിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസിലാകാം, അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല.
എവിടെയോ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഏറെയുണ്ട്. ഓക്കെ, ഈ ട്രസ്റ്റ് ഇഷ്യൂസ് കാരണം തന്നെ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആകുന്നില്ല, കാരണം നിങ്ങളത് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു നിമിഷം നിങ്ങൾ റെഡിയാകും, ഈ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചില ആൾക്കാർ തുടങ്ങില്ല, ചിലർ ഒന്ന് തുടങ്ങും, 2 ദിവസം 3 ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ കൂടി വന്ന 1 മാസം, അത് കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇത് നിങ്ങളുടെ ഭാവി, ഓക്കെ, നിങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്, നിങ്ങളുടെ മൈൻഡ്. ഓക്കെ, മറ്റൊരാളുടെ മുമ്പിലല്ല, നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, സോ വലിയ ഇംബാലൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഹയർ സെൽഫ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് ട്രസ്റ്റാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഞാൻ ചെയ്ത് നോക്കട്ടെ, ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അല്ലാതെ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ മറ്റാൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ മറ്റാൾക്കാർ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ മറ്റാൾക്കാർ യുനോ അവർ ആ ഒരു സംഭവത്തെ ഉപയോഗിക്കും അവരുടെ ലാഭത്തിന് വേണ്ടി എന്നുള്ള ചിന്തകൾ എവിടെയോ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ അടുത്ത് വരുന്ന ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ അടുത്ത് വരുന്ന നോളജ്, നിങ്ങളുടെ അടുത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എടുക്കാതെ നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണ്. ഓക്കെ, ഹയർ സെൽഫ് ആഗ്രഹിക്കുന്നത് ദാറ്റ് നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഔട്ട്കം നോക്കേണ്ടതില്ല. ഇവിടെ നിങ്ങൾ ഔട്ട്കം നോക്കേണ്ടതില്ല. എന്ത് സംഭവിക്കും, എനിക്കിത് ചെയ്താൽ എന്തെങ്കിലും കിട്ടുമോ, പ്രോഫിറ്റ് ലഭിക്കുമോ, എനിക്ക് ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, എൻ്റെ ഷോപ്പിൻ്റെ റെൻറ്റ് എനിക്ക് അടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ റെൻറ്റ് എനിക്ക് അടയ്ക്കാൻ പറ്റുമോ. ഇവിടെ ഹയർ സെൽഫ് പറയുന്നത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആൻഡ് അതിനൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അടുത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. എവിടെ നിങ്ങളുടെ റെൻറ്റ് എന്താണോ നിങ്ങളുടെ പേടി, അത് നിങ്ങൾക്ക് ഈസിലി മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് ആണ് വന്നത്. ഇത് പുതിയ തുടക്കമാണ്, പക്ഷേ ഈ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് നല്ല എനർജിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യമുണ്ട്. ഓക്കെ, എല്ലാവർക്കും എല്ലാം ലഭിക്കണം എന്നില്ല. ചില ആൾക്കാർക്ക് ഒന്നും തന്നെ ലഭിക്കുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് നിങ്ങളുടെ ട്രസ്റ്റാണ് ഉള്ളത്. ഓക്കെ, അതുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അതാണ് ഇവിടെ ഹയർ സെൽഫ് പറയുന്നത്. പേജ് ഓഫ് കപ്സ്, 9 ഓഫ് സ്വോർഡ്സ് ആൻഡ് ദ സൺ കാർഡ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾ. ഓക്കെ, ചെറിയ ചെറിയ നേട്ടങ്ങൾ. സപ്പോസ് നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണ്. ഓക്കെ, ഇന്നലത്തെ അപേക്ഷിച്ച്, സപ്പോസ് ഇന്നലത്തെ ഒരു സെല്ലിങ്, ഓക്കെ, സെയിൽസിൽ നിങ്ങൾക്ക് ആകെ 100 രൂപയാണ് കിട്ടിയത് സപ്പോസ്. ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 120 രൂപ കിട്ടുകയാണെങ്കിൽ ദാറ്റ് എക്സ്ട്രാ 20 റുപ്പീസ്, അതിനെ സന്തോഷിക്കൂ. ഓക്കെ, അതൊരു നിധിയായി കരുതൂ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഷൂട്ട് ചെയ്യൂ. മൈറ്റ് ബി 20 റുപ്പീസ് ഒന്നും തന്നെയില്ല, ആൻഡ് ആ 20 റുപ്പീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗെയിനും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെക്കാട്ടിലും ഒരു 20 രൂപ നിങ്ങൾക്ക് കൂട്ടി കിട്ടിയിരിക്കുന്നു. ഓക്കെ, അതൊരു സൗഭാഗ്യമായി കരുതൂ എന്നതാണ് ഇവിടെ പറയുന്നത്. അൺനെസസറി സ്ട്രെസ് എടുക്കാതിരിക്കൂ, അൺനെസസറി ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കൂ. 9 ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അൺനെസസറി ഓവർ തിങ്കിങ് നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫൈനാൻസസിന് ബ്ലോക്കേജസ് ആണ് കൊണ്ടുവരുന്നത്. സൺ മന്ത്ര ലൈക്ക് ഗോൾഡൻ സൺറൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂര്യമന്ത്രകൾ ആയിക്കോട്ടെ, അത് ജപിക്കൂ. എത്ര ജപിക്കാൻ പറ്റും അത്രയും ജപിക്കൂ. ഓർ എൽസ് സൺഫ്ലവറുമായിട്ട് ജോലി ചെയ്യാൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വർക്ക് ചെയ്യുക ഇൻ ദ സെൻസ് സൺഫ്ലവറിൻ്റെ ഒരു പഴം. ഓക്കെ, നല്ല വിടർന്ന സൺഫ്ലവർ, യെല്ലോ കളർ ഓർ ഓറഞ്ച് കളർ, വിച്ച് എവർ കളർ. ഇവിടെ ഓറഞ്ചാണ്, യെല്ലോ ഓറഞ്ച് മിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ പ്രേക്ഷകരുടെ കയ്യിൽ ബ്രൈറ്റ് കളർ സൺഫ്ലവറിൻ്റെ ഒരു പിക്ക് എടുത്ത് അത് പ്രേക്ഷകരുടെ കൺമുമ്പിൽ, ദാറ്റ് ഈസ് എവിടെയാണോ പ്രേക്ഷകർ ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വാളിൽ വെക്കുക. ആൻഡ് അതിനെ ഗേസ് ചെയ്യുക. ഗേസ് ചെയ്യുമ്പോൾ യെസ് ഐ ആം സക്സസ്ഫുൾ. ഓക്കെ, യെസ് ഐ ആം സക്സസ്ഫുൾ, ഐ എം സോ സോറി, യെസ് ഐ ആം സക്സസ്ഫുൾ. ഓക്കെ, ഇത് പറയുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ
കോൺഫിഡൻ്റ് ആക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഐ ടേക്ക് വൺ മോർ കാർഡ്. ക്വീൻ ഓഫ് സ്വോർഡ്. പെട്ടെന്ന്, ദാറ്റ് ഈസ് ഒരു നിമിഷം നിങ്ങൾക്കൊരു ഐഡിയ വന്നാൽ ആ ഐഡിയയെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ആക്കാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആ കാര്യം എക്സിക്യൂട്ട് ആകുകയില്ല. ഇഫ് യു റിയലി വോണ്ട് ടു എക്സെൽ, നിങ്ങളുടെ പണം, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഫൈനാൻസസ് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വരുന്ന ഐഡിയാസ് അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക. ബട്ട് വിത്ത് പ്രിക്കോഷൻ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പണം ലോൺ എടുത്തല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അതിലൂടെ തന്നെ ഫൈനാൻസസിൻ്റെ കാര്യം വന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് മണി കപ്പ് അവൈലബിൾ ആണ്. മണി ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്തു പോകാനും നിങ്ങളുടെ മണി ഫ്രീക്വൻസി കൂട്ടാനും മണി കപ്പ് ഏറെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കപ്പ് വളരെ യൂസ്ഫുള്ളാണ്. അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കപ്പിൽ ഓക്കെ എനി ലിക്വിഡ് ഫോം, വെള്ളം, പാല്, ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ എനർജൈസ്ഡ് വാട്ടർ ഈ കുട്ടികൾ കുടിക്കുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കുന്നതാണ്, അവരുടെ മെമ്മറി പവർ കൂടുന്നതാണ്, അവരുടെ എഡ്യൂക്കേഷനുള്ള ഫ്രീക്വൻസി കൂടുന്നതാണ്. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് കൂടുന്നതാണ്. സോ അടുത്തൊരു വർഷത്തേക്ക് നല്ല മാർക്സോടെ കുട്ടികൾ ജയിക്കാൻ ഓക്കെ നിങ്ങൾക്കിപ്പോൾ തന്നെ അവർക്ക് പ്രിപ്പറേഷൻ കൊടുക്കാവുന്നതാണ്, വിച്ച് ഇസ് എഡ്യൂക്കേഷണൽ കപ്പ്. ഓക്കെ, സോ മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അനുഭവിക്കുന്ന പ്രേക്ഷകർക്ക് ഹെൽത്ത് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാം. ഇത് വളരെ നല്ലൊരു ബ്രേസ്ലെറ്റാണ്. ഓക്കെ, എനി ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ, ബാക്ക് പെയിൻ, ലെഗ് പെയിൻ, ഷോൾഡർ പെയിൻ, മൈഗ്രെയിൻ, എനി ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ, ഹെൽത്ത് ബ്രേസ്ലെറ്റ് നല്ലതാണ്. അതുപോലെ തന്നെ കരുങ്കലി മാല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലിട്ടിരുന്നു. കരുങ്കലി മാല ശിവ ഭഗവാന്റെ ത്രിശൂലിൻ്റെ ലോക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഈ ഒരു മാലയും വളരെ എനർജറ്റിക് ആണ്. ഓക്കെ, എങ്സൈറ്റി ഇഷ്യൂസ്, സ്ട്രെസ് ഇഷ്യൂ, ഡിപ്രഷൻ ഇഷ്യൂസ്, നെഗറ്റിവിറ്റി, അതുപോലെ തന്നെ എനർജി ഡ്രെയിനേജ് ഇതൊക്കെ നിർത്തി തരുന്നതാണ്. ഓക്കെ, എബനി വുഡിൻ്റെ തോല് കൊണ്ടുണ്ടാക്കുന്നതാണിത്. ഓക്കെ, സോ ഇറ്റ്സ് വെരി പവർഫുൾ. ഓൾറൈറ്റ്, നിങ്ങളുടെ പല ബ്ലോക്കേജസും മാറ്റി തരുന്നതാണ്. സോ വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാം. ഹീലിങ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് പേഴ്സണൽ ഹീലിങ്സ് ആൻഡ് കൺസൾട്ടേഷൻ ഉള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ സാമ്പ്രാണി തിരിയുടെ ഈ ഒരു ബോട്ടിലാണുള്ളത്. ഈ ഒരു ബോട്ടിലിൽ 110 സാമ്പ്രാണി തിരികളുണ്ട്. ഓക്കെ, ഇത് പ്രൊമോഷൻ അല്ല, ഇതൊരു ബ്രാൻഡഡ് ആണ്, ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ബ്രാൻഡ് കാണാം. ഓക്കെ, ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. സോ വേണ്ട പ്രേക്ഷകർക്ക് നമ്മുടെ അടുത്തത് ബുക്ക് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഒരു കാർഡും കൂടി നമുക്ക് എടുക്കാം. എന്താണ് ഗൈഡൻസ് ഓഫ് ദ ഹയർ സെൽഫ്? ബാലൻസിങ് യുവർ എനർജീസ്. ഓക്കെ, നിങ്ങളുടെ എനർജീസിനെ ബാലൻസ് ചെയ്യുക. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഏത് ആർക്കേഞ്ചലിനെ നിത്യേന പ്രാർത്ഥിക്കുന്നു അവിടെ ട്രസ്റ്റ് കൂട്ടുക. ഓക്കെ, ട്രസ്റ്റ് ഏറെ കൂട്ടൂ. നിങ്ങളുടെ ആർക്കേഞ്ചൽസ്, ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ്, ആൻസെസ്റ്റേഴ്സ് അവിടെ ഒരു നിത്യേന പ്രാർത്ഥിക്കൂ. നിത്യേന പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ. പല ബ്ലോക്കേജസും നിങ്ങളുടെ മാറിപ്പോകുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു റീഡിംഗ് ക്ലെയിം ചെയ്യാൻ ഞാൻ അലൗ ചെയ്യുന്നു എൻ്റെ ഹയർ സെൽഫിനെ എന്നെ ഗൈഡ് ചെയ്യാൻ. ഐ അലൗ മൈ ഹയർ സെൽഫ് ടു ഗൈഡ് മീ എന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ലൈക്ക് ചെയ്യുക, ഏറെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾ നിത്യേന കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.